അപകടാവസ്ഥയിലായതിനെ തുടർന്ന് മുറിച്ചു മാറ്റിയ മരത്തിന്റെ ഭാഗങ്ങൾ റോഡരികിൽ നിന്നും നീക്കം ചെയ്യാതെ കരാറുകാരൻ 1 വർഷം മുമ്പ് മുണ്ടീരിമ ടൗണിൽ നിന്നും മുറിച്ചു മരത്തിന്റെ ഭാഗങ്ങളാണ് യാത്രക്കാർക്കും നാട്ടുകാർക്കും ഭീഷണിയായി റോഡരികിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പിലാണ് ഈ മരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. രാവിലെയും വൈകിട്ടും നൂറുകണക്കിന് കുട്ടികൾ ഇവിടെ കൂട്ടം കൂടി നിൽക്കാറുള്ളതാണ്. ഈ സമയങ്ങളിൽ വാഹനങ്ങൾ എത്തുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഏറെയാണ്. റോഡിലേക്ക് ഇറക്കിയാണ് മരത്തടികൾ നിക്ഷേപിച്ചിട്ടുള്ളത്. മരം മുറിച്ചു മാറ്റുമ്പോൾ അത് കരാറുകാരന്റെ ഉത്തരവാദിത്വത്തിൽ സൂക്ഷിക്കുവാനായിരുന്നു തഹസിൽദാർ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ മരം മുറിച്ചു മാറ്റിയ ശേഷം അത് റോഡരികിൽ ഉപേക്ഷിക്കുകയാണ് കരാറുകാരൻ ചെയ്തത്. അടിയന്തരമായി മരങ്ങൾ മാറ്റി അപകട സാഹചര്യം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സെക്കൻഡറി സ്കൂളിന്റെ മുമ്പിലാണ് ഈ സംഭവം നടന്നേക്കുന്നത്. ഇത് 1 കൊല്ലത്തോളമായി. തഹസിൽദാരെ, വില്ലേജ് ഓഫീസറെ, ഈ കോൺട്രാക്ടറെ എല്ലാവരും വിവരം അറിയിച്ചതാണ്. ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഇത് കിടന്നിട്ട് ഇതൊന്നും മാറ്റാൻ ഇവർക്ക് ഇതേവരെ സമയമുണ്ടായിട്ടില്ല. രാവിലെ ഒരു 9 മണിക്കും 10 മണിക്കും ഇടയിൽ ധാരാളം സ്കൂൾ ബസ്സുകളും അല്ലാത്ത വണ്ടികളും വന്നു പോകുന്ന ഇവിടെ ഇതൊരു വലിയ വിഷയം തന്നെ. ഇത് മാറ്റിയില്ല എങ്കിൽ അടിയന്തരമായ മറ്റു നടപടികളിലേക്ക് പോകേണ്ടതായിട്ട് വരുമെന്ന് അധികൃതരെ ഈ അവസരത്തിൽ അറിയിക്കുക. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് പട്ടംകോളനി കുടുംബ ആരോഗ്യ കേന്ദ്രവും പാമ്പാടുംപാറ വില്ലേജ് ഓഫീസും മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടും ട്രഷറിയുമൊക്കെ ഉള്ളത്. ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്ന ഭാഗത്തെ തടസ്സം നീക്കുവാൻ അധികൃതർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വരുമെന്നാണ് നാട്ടുകാർ നൽകുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.